ഒരു വായനാവാരം കൂടി വന്നെത്തുമ്പോൾ പുസ്തകങ്ങൾ തെരുവിൽ വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു വീട്ടമ്മയുടെ ജീവിതം പുനർവായന നടത്തുകയാണ് ഇവിടെ. അക്ഷരലോകം മാറോടടുക്കുകയും 13 വർഷമായി ബിൻസി എന്ന വീട്ടമ്മ നടത്തുന്ന ജീവിതവൃത്തിയാണ് അക്ഷരപുണ്യം പകരുന്ന കാഴ്ചയാകുന്നത്. വായനാവാരം പടികടന്നെത്തുമ്പോഴും തെരുവുകൾ തോറും പുസ്തകങ്ങളെ മാറോടടക്കി വിൽപ്പന നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുകയാണ് അരിമ്പൂർ എറവ് സ്വദേശി ബിൻസി എന്ന വീട്ടമ്മ. പതിമൂന്ന് വർഷക്കാലമായി ഇവർ പുസ്തക വിൽപ്പന സ്വയം തൊഴിലായി സ്വീകരിച്ചിട്ട്. കരിവന്നൂർ വിശ്വദർശൻ പബ്ലിക്കേഷൻസിലെ സുനിൽകുമാറും പത്നിയുമാണ് ഈ മേഖലയിൽ ബിൻസിക്ക് ആത്മധൈര്യം പകർന്നു നൽകിയത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം കുടുംബജീവിതത്തിലേക്ക് കടന്നതോടെ ഭർത്താവ് തൈവളപ്പിൽ ദിലീപിന് ഒരു സഹായമാകാനാണ് പുസ്തകങ്ങളുടെ ലോകത്തേക്ക് ബിൻസി കടന്നു വന്നത്. തുടക്കത്തിൽ ചെറു പുസ്തകങ്ങളായിരുന്നു വിൽപ്പനയ്ക്കായി തിരഞ്ഞെടുത്തത്. ഇപ്പോൾ 100 മുതൽ 1200 രൂപ വരെ വിലയുള്ള പുസ്തകങ്ങളാണ് ഈ വീട്ടമ്മയുടെ കയ്യിൽ വിൽപ്പനയ്ക്കായി ഉള്ളത്. ഇതിൽ കവിതകളും കഥകളും പുരാണങ്ങളും എന്നുവേണ്ട വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അറിവിന്റെ വലിയ ലോകം തന്നെ ബിൻസിയുടെ പക്കലുണ്ട്. പുസ്തക വിൽപ്പനയിലൂടെ ദിനംപ്രതി 500 രൂപ വരുമാനം ഉണ്ടാക്കുന്നതിനൊപ്പം ജോലിക്കിടയിലെ വിശ്രമവേളകളിലും ഒഴിവു നേരങ്ങളിലും തന്റെ കൈവശമുള്ള പുസ്തകങ്ങൾ വായിക്കാനായും ഇവർ സമയം കണ്ടെത്തി. രാവിലെ 9 മണിയോടെ വീട്ടുജോലികളെല്ലാം തീർത്ത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി പുസ്തക വിൽപ്പനയ്ക്കായി ഇറങ്ങുമ്പോൾ ഒരു കൈത്താങ്ങായി ഭർത്താവ് ദിലീപും മക്കളായ രോഹിതും രോഹനും ഒപ്പമുണ്ടാകും. വരുമ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഫീൽഡ് വർക്ക് ശരിയാവോ എന്നുള്ളത്. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. 100-200 കസ്റ്റമർ പാസ്സുണ്ട്. എനിക്ക് സ്ഥിരമായി വാങ്ങിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു ദിവസം ഞാൻ 8 ബുക്ക് വരെ വിൽക്കും. ഭർത്താവും മക്കളും എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടുണ്ട്. വീട്ടിൽ പണികളൊക്കെ നേരത്തെ കഴിച്ചേച്ച് പോകും. ഞാൻ 9:30 ഇറങ്ങും. 3 മണിയാകുമ്പോൾ വീട്ടിൽ വരും. പിന്നെ ആൾക്കാർ പൊതുസേവനം കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിക്കും ഞാൻ. ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തക കൂടിയാണ് ബിൻസി. അതിനാൽ തന്നെ ജനങ്ങളുടെ പല പ്രശ്നങ്ങളിൽ ഇടപെടാനും അത് നേടിയെടുക്കാനുമുള്ള സമരപന്തിയിലും ഈ വീട്ടമ്മ മുന്നണി പോരാളിയാകാറുണ്ട്. അറിവ് പകരുന്ന പുസ്തകങ്ങളെ വാരിപ്പുണർന്ന വീടുകളും കടകളും ഓഫീസുകളും സ്കൂളുകളും കയറി ഇറങ്ങുമ്പോൾ മാസം തോറും 200ഓളം പേരെയെങ്കിലും വായനയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്നു എന്ന ചാരിതാർത്ഥ്യം കൂടിയുണ്ട് ഇവർക്ക്. ഭാഷയെ തൊട്ടറിയാനും അനുഭവിച്ചറിയാനും വിവിധ തരത്തിലുള്ള സാങ്കേതിക വിദ്യ നിലവിലുണ്ടെങ്കിലും വായനയെന്ന അനുഭവത്തെ നമ്മുടെ ഗൃഹാതുര സ്മൃതികളോട് ചേർത്ത് വയ്ക്കാനായി ശ്രമിക്കുന്ന ഈ വീട്ടമ്മയുടെ ജീവിതവൃത്തി ഈ വായനാവാരത്തിന്റെ ശുഭപ്രതീക്ഷയായി മാറുകയാണ്.